ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കി. ഇഡി സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയും കോടതി പരിഗണിക്കും. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, റൌസ് അവന്യൂ കോടതിയിലെ നടപടിക്രമങ്ങൾ തുടങ്ങിയോ? എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയും ഇഡിയുടെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കില്ലേ? തീർച്ചയായിട്ടും ഈ അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജിയാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഈ അപേക്ഷയിൽ പ്രധാനമായിട്ടും പറയുന്നത് അന്വേഷണത്തോട് നിസ്സഹകരിച്ചു എന്നതാണ് ഏറ്റവും പ്രധാന വാദമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത്. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ പക്കൽ നിന്ന് വീട്ടിൽ നടത്തിയ റെയ്ഡിൽ നിന്ന് അദ്ദേഹത്തെ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് ചേർക്കാൻ വേണ്ടി ഉചിതമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇഡി അറിയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിന് മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അതിനുള്ള അനുവാദം വേണം എന്നുള്ളതാണ് കോടതിയിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദം കോടതിയിൽ നടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിനെ പ്രതിനിധീകരിച്ച് സിംഗ്വിയാണ് ഹാജരാകുന്നത്. അദ്ദേഹം ഈ അപേക്ഷ പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വാദങ്ങൾ പറയാൻ തയ്യാറെടുക്കുകയാണ്. നമുക്ക് അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയുടെ സമീപനം എന്താണ് എന്നത് അറിയാം. വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ഈ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോടതിയെ സംബന്ധിച്ച് ഈ അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ മാർച്ച് 16 ഹാജരാകണമെന്ന് റോസ്വനി കോടതി നേരത്തെ ഒരിക്കൽ നിർദ്ദേശിച്ചിരുന്നു. അന്ന് ഇഡി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് അദ്ദേഹത്തിനോട് കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് കോടതി ഇഡി നൽകിയ അപേക്ഷയുടെ വിഷയത്തിൽ ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ അന്നേരവും അദ്ദേഹത്തിന് അന്വേഷണത്തോട് സഹകരിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. 8 തവണ അദ്ദേഹം ഈ സമൻസ് കൈപ്പറ്റിയതിനു ശേഷം ഹാജരായിരുന്നില്ല. ഓരോ തവണയും പറഞ്ഞ ന്യായങ്ങൾ അത് വ്യത്യസ്തമുള്ളതാണ് എന്നതും ഇഡി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു തവണ അദ്ദേഹം പറഞ്ഞത് വിപാസന ധ്യാനത്തിലാണ് താൻ എന്നുള്ളതാണ്. ഒരു തവണ സുഖമില്ലെന്ന് പറഞ്ഞു. പിന്നീടാണ് ഈ സമൻസുകൾ നിയമവിരുദ്ധമാണ് എന്ന വാദത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു എന്നതിന്റെ തെളിവുകളാണ് ഇത് എന്ന വിധത്തിലാണ് ഇഡി ഇപ്പോൾ കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അവരുടെ ഈ കസ്റ്റഡി അപേക്ഷയിൽ ഇതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഇന്നലെ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചിരുന്നു. അതിന്റെ റിപ്പോർട്ട് അടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് അസുഖം ഇപ്പോൾ ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഇല്ല. അതുകൊണ്ട് ഉചിതമായിട്ടുള്ള വൈദ്യസഹായം അടക്കം ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ അനുവദിക്കണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അഭിഷേക് മനു സിംഗ്വി അദ്ദേഹത്തിന്റെ വാദത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന നിരീക്ഷണങ്ങൾ കോടതിയുടേതായിട്ട് നമുക്ക് അറിയിക്കാം. ഇന്നലെ ഈ അറസ്റ്റിനൊരു ഇമ്മ്യൂണിറ്റി തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ നടപടികൾ വേഗത്തിലാക്കണമെന്ന് സുപ്രീം കോടതിയും സമീപിക്കുന്നു. ഈ ഹർജികൾ പിൻവലിക്കുന്നു. അതായത് ഇനി മുതൽ എല്ലാം ഫ്രഷ് ഹർജികൾ നൽകണം എന്ന് തന്നെയായിരിക്കില്ലേ ഈ ആം ആദ്മിയുടെ തീരുമാനം? സ്വാഭാവികമായി റൌസ് അവന്യൂ കോടതി ഇപ്പോൾ ജാമ്യം തള്ളുകയാണെങ്കിൽ തുടർ നടപടിയായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ തുടർ നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും ആം ആദ്മിയുടെ മുമ്പിലുള്ളത്, കെജ്രിവാളിന്റെ മുമ്പിലുള്ളത്? ഇതിന്റെ ഒരു ക്രമം ഇങ്ങനെയാണ് സുഹൈൽ. മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഇതുവരെ ജാമ്യം നിഷേധിച്ചിട്ടില്ല, ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ സെഷൻസ് കോടതിയുടെ മുമ്പിലേക്കായിരിക്കും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പിന്നീട് സമർപ്പിക്കേണ്ടി വരുന്നത്. സെഷൻസ് കോടതി ആ ജാമ്യാപേക്ഷ പരിഗണിച്ച് തീരുമാനം എടുത്തതിന് ശേഷം അതിൽ നിഷേധിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഹൈക്കോടതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അഥവാ ഈ ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ വേഗത്തിൽ വാദം പൂർത്തിയാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വേണമെങ്കിൽ ഹൈക്കോടതിയെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ അദ്ദേഹത്തിന് സമീപിക്കാം. കാരണം താൻ മുഖ്യമന്ത്രിയാണ് എന്ന വാദം, ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളാണ്, അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളിൽ സാങ്കേതിക വിഷയങ്ങളുണ്ട്, അതിൽ ഈ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് എന്ന് സാങ്കേതികമായി പറഞ്ഞാലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് ഗവർണറുടെ അനുവാദം വാങ്ങിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഈ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കും. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇഡിക്ക് വിശദീകരണം നൽകേണ്ടിയും വരും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മറ്റ് കേസുകളിൽ ആവശ്യപ്പെടുന്ന ജാമ്യ അപേക്ഷയേക്കാൾ
ഈ കേസിലെ ജാമ്യാപേക്ഷ പ്രസക്തമാകുന്നത് അഭിഷേക് മനു സിംഗ്വി ആണ് അദ്ദേഹത്തിനെ പ്രതിനിധീകരിച്ച് കോടതിയിൽ ഹാജരാകുന്നത്. കോടതിയിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ മാത്രമല്ല മനീഷ് സിസോദിയുടെ കേസിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, മനീഷ് സിസോദിക്ക് അന്ന് കോടതി ജാമ്യം നൽകിയില്ലെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സുപ്രധാന നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരുന്നു. തെളിവുകളുടെ അഭാവം ചൂണ്ടി കാട്ടിയിരുന്നു. ആ തെളിവുകളുടെ അഭാവം ഉൾപ്പെടെയുള്ള വാദങ്ങൾ ഇവിടെ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കോടതി നടപടികൾ നടക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ നടപടികൾ പൂർത്തിയാക്കും എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, മദ്യനയ കേസിൽ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിനെ റൌസ് കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും. ഒപ്പം കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനടക്കം ഇ ഡി കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. നിർണായകമായ മണിക്കൂറുകളാണ്.